ഗുഡ് ഈവനിങ്. നമ്മൾ ജോഗ്രഫിയിലെ ചാപ്റ്റർ 5 ടാക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നലെ നമ്മൾ രണ്ട് ടൈപ്പുള്ള ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റി പറഞ്ഞു. എന്താണ് ഡയറക്റ്റ് ടാക്സും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സും, എന്താണ് പ്രത്യക്ഷ നികുതിയും എന്താണ് പരോക്ഷ നികുതിയും എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞത് ആരുടെ കയ്യിലാണ് ഭൂമി കൈവശമുള്ളത് ആ വ്യക്തി പേ ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നേരിട്ടുള്ള ആ വ്യക്തിയുടെ മുകളിൽ ചുമത്തപ്പെടുന്നു, ആ വ്യക്തിയാണ് ആ ടാക്സ് പേ ചെയ്യുക. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുന്നവര് കൺസ്യൂമേഴ്സിന്റെ മുകളിൽ അമർത്തുന്ന, അതായത് ഒരു വസ്തു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്കിന്റെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുക്കിന്റെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിനൊരു ടാക്സ് ഈ പ്രൊഡക്ഷൻകാർ ചുമത്തും. ആ ടാക്സ് അവർ പേ ചെയ്താലും ബുക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ബുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ബുക്ക് വാങ്ങിക്കുന്ന പ്രൈസിന്റെ കൂടെ തന്നെ ടാക്സിന്റെ പ്രൈസും ഉണ്ടാവും, അത് നമ്മൾ പേ ചെയ്യും. അപ്പോൾ ഇൻഡയറക്ട്ലി നമ്മളാണ് ആ ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? അവർ ഡയറക്ട്ലി അല്ല പേ ചെയ്യുന്നത്. അവർ പേ ചെയ്തിട്ട് അവർക്ക് ആ ടാക്സ് തിരിച്ച് അവർക്ക് കിട്ടുന്നുണ്ട്, കാരണം ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രെഡ് എല്ലാവരും വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നവർ ഈ റോ മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ടാക്സ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലവ് ഒരു 20 രൂപയാണ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ചിലവായിട്ടുണ്ടെങ്കിൽ ഒരു 5 രൂപ അവർ ടാക്സ് പേ, എക്സാമ്പിൾ ആണ്, ഒരു 5 രൂപ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു 5 രൂപ അവരെന്തുണ്ടാവുക, അപ്പോൾ ഒരു 5 രൂപയും കൂടി അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ ആ ബ്രെഡിന്റെ എന്ന് പറഞ്ഞത് 30 രൂപയായിരിക്കും. മാർക്കറ്റിൽ വരുമ്പോൾ ആ ബ്രെഡിന്റെ വില 30 രൂപയായിരിക്കും. അപ്പോൾ അതിനകത്ത് ഓൾ ടാക്സസ് ആർ ഇൻക്ലൂഡഡ്, എല്ലാ ടാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ പ്രോഫിറ്റും അവരുടെ പ്രൊഡക്ഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് അയക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. ഇൻഡയറക്ട്ലി നമ്മൾ ടാക്സ് പേ ചെയ്തു. ഇപ്പൊ എന്താണ് ഡയറക്റ്റ് ടാക്സും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിന്റെ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്തൊക്കെ വ്യത്യാസമാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ടാക്സ്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, അത് എഴുതി വെക്കുക. ആദ്യത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 പോയിന്റുകൾ എഴുതി വെക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഡയറക്റ്റ് ടാക്സിന്റെ ആണ് ആദ്യത്തെ പറഞ്ഞത്. ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരുടെ മുകളിലാണ് നികുതി ചുമത്തപ്പെടുന്നത് അയാളാണ് ടാക്സ് പേ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. മലയാളത്തിലാവുമ്പോൾ നികുതി ചുമത്തപ്പെടുന്ന ആളാണ് നികുതി അടയ്ക്കേണ്ടത്. നികുതി ചുമത്തപ്പെടുന്ന ആളാണ് നികുതി അടയ്ക്കേണ്ടത്. ഡയറക്റ്റ് ടാക്സിന്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ടാക്സ് ബർഡൻ ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പേയർ. ടാക്സ് ബർഡൻ ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പേയർ. ആരാണ് ടാക്സ് പേ ചെയ്യുന്നത് അവരാണ് അതിന്റെ ഭാരം ചുമക്കുന്നത്. മലയാളത്തിലാവുമ്പോൾ നികുതിദായകനാണ് അറിയുന്നത്. നികുതിദായകനാണ് അറിയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് നികുതി ഭാരം നികുതിദായകനാണ് അറിയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ നമ്മൾ ഭൂമിയുടെയും കൃഷിയുടെയും ഒക്കെ ടാക്സ് കൊണ്ടുപോയി കൊടുക്കില്ല. അപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിലാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു ഓഫീസും ഒരു വ്യക്തിനെയും ശമ്പളം കൊടുത്തിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പൊ നികുതി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹൈ എക്സ്പെൻഡിച്ചർ ആണ് അവിടെ ചെലവ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് വരിക, ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. മലയാളത്തിലാവുമ്പോൾ നികുതി പിരിവിന് ചെലവ് താരതമ്യേന കൂടുതലായിരിക്കും. നികുതി പിരിവിന് ചെലവ് താരതമ്യേന കൂടുതലായിരിക്കും. ഈ 3 പോയിന്റ് ആണ് ഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. ഇത് 3 പോയിന്റും നിങ്ങൾ എഴുതി വെക്കുക, എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ. ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഡയറക്റ്റ് ടാക്സിൽ. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ. ടാക്സ് ഒരാളുടെ മുകളിൽ ചുമത്തുന്നു, പക്ഷെ പേ ചെയ്യുന്നത് മറ്റൊരാളാണ്. മലയാളത്തിലാവുമ്പോൾ നികുതി ചുമത്തപ്പെടുന്ന ഒരാളിലും നികുതി നൽകുന്നത് മറ്റൊരാളുമാണ്. നികുതി ചുമത്തപ്പെടുന്നത് ഒരാളിലും അത് നൽകുന്നത് മറ്റൊരാളുമാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ്
tax burden is not felt by the taxpayer. Tax burden is not felt by the taxpayer. ആരാണ് ടാക്സ് ബർഡൻ ഈസ് നോട്ട് ഫെൽറ്റ് ബൈ ദ ടാക്സ് പേയർ. ആരാണ് ടാക്സ് പേ ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഭാരം അറിയണില്ല. ആരാണ് ടാക്സ് പേ ചെയ്യുന്നത് അവർ അതിന്റെ ഭാരം അറിയണില്ല. മലയാളത്തിലാവുമ്പോ നികുതിദായക നികുതി ഭാരം അറിയുന്നില്ല. നികുതിദായക നികുതി ഭാരം അറിയണില്ല. മൂന്നാമത്തത് ലോ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. ഇതിനെ പ്രത്യേക എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് പ്രത്യേക ചെലവൊന്നും ചെയ്യണില്ല. കാരണം ഇതിനു വേണ്ടി ഓഫീസൊന്നും തുറന്നു വെക്കണില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കണോ ആ പ്രൊഡക്റ്റിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഇൻഡയറക്ട് ടാക്സിന് ലോ എക്സ്പെൻഡിച്ചർ ആണ്, ചെലവ് കുറവായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇംഗ്ലീഷിലാകുമ്പോൾ ലോ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. മലയാളത്തിലാവുമ്പോൾ നികുതി പിരിവിന് ചെലവ് താരതമ്യേന കുറവായിരിക്കും. നികുതി പിരിവിന് ചെലവ് താരതമ്യേന കുറവായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് പേജ് നമ്പർ 75 പേജ് മേജർ ടാക്സ് ഇൻ ഇന്ത്യ. ഏതൊക്കെ മേജർ ടാക്സ്? ഡയറക്റ്റ് ടാക്സ്, നേരിട്ടുള്ള നികുതി ഏതൊക്കെയാണ്? 2 ഉണ്ട്. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സും മറ്റേത് കോർപ്പറേറ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിന്റെ കീഴിൽ വരുന്നത് 2 ടൈപ്പിലുള്ള ഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സും മറ്റേത് കോർപ്പറേറ്റ് ടാക്സും. വ്യക്തിഗത ആയ നികുതി, മലയാളത്തിലാകുമ്പോൾ വ്യക്തിഗത ആയ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. എന്താണ് വ്യക്തിഗത ആയ നികുതി? പേഴ്സണൽ ടാക്സ് എന്താണ്? അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ സ്വന്തം വരുമാനത്തിൽ കൊടുക്കുന്ന ടാക്സിനാണ് പേഴ്സണൽ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത ഇൻകം വരെ, വരുമാനം വരെ, ഒരു നിശ്ചിത വരുമാനം വരെ അതിനെക്കാട്ടിലും മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ വ്യക്തി ടാക്സ് പേ ചെയ്യണം. ഇപ്പൊ ഒരു കൊല്ലത്തിൽ 3 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ, കൊല്ലത്തിലാണ് നമ്മൾ പറയാം, ഒരു കൊല്ലത്തിൽ 3 ലക്ഷമോ അതിന്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ചെറിയ വരുമാനത്തിന് ടാക്സ് പേ ചെയ്യണ്ട. അപ്പൊ ഒരു നിശ്ചിത അളവിനെക്കാട്ടിലും മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ടാക്സ് പേ ചെയ്യണം. അതിനാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, വ്യക്തിഗത ആയ നികുതി. ആ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. അത് എന്നാണ് വന്നത്? ഇൻകം ടാക്സ് ആക്ട് വന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് വന്നത് 1961 ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ, വരുമാനത്തിനാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് ആസ് ദ ഇൻകം ഇൻക്രീസസ്. ടാക്സിന്റെ റേറ്റ് കൂടും, വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സിന്റെ റേറ്റും കൂടും. ഇൻകം ടാക്സ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഇൻകം ദാറ്റ് ഈസ് അബോവ് എ സർട്ടൻ ലിമിറ്റ്. ഒരു നിശ്ചിത തുകയെക്കാട്ടിലും കൂടുതലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇൻ ഇന്ത്യ ദ ഇൻകം ടാക്സ് ഈസ് കളക്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആരാണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഏത് കൊല്ലമാണ്? 1961 ഇൻകം ടാക്സ് ആക്ട് വന്നത്. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് എന്തിട്ടാണ്? കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേറ്റ് നികുതി. ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ വരുമാനം അല്ലെങ്കിൽ ലാഭത്തിൽ ചുമത്തുന്ന ടാക്സിനാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ അറ്റ വരുമാനം, നെറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭത്തിൽ ഉണ്ടാവുമ്പോൾ കൊടുക്കുന്ന ടാക്സിനാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ടാക്സിന് 2 രീതിയുണ്ട്. ഒന്ന് വ്യക്തിഗതായ നികുതിയും മറ്റേത് കോർപ്പറേറ്റ് നികുതിയും, കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സും. ഇത്രയുമാണ് നമുക്ക് പേജ് 75 പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് ഏതൊക്കെയാണ്? ഇൻഡയറക്ട് ടാക്സ് ഒരു 8 തരത്തിലുണ്ട്. 8 തരത്തിലുള്ള ഇൻഡയറക്ട് ടാക്സ് നിങ്ങൾക്ക് തന്നേക്കുന്നത് പേജ് നമ്പർ 76 ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ആ 8 തരത്തിന്റെ ടാക്സും ഒറ്റ ടാക്സ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. 8 ടാക്സും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് മനസ്സിലാവാൻ ഏതൊക്കെ 8 ടാക്സസ് ആണ് ഉള്ളത് ഉണ്ടായെന്ന് നിങ്ങൾക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്. അത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 8 ടാക്സിനെയും കൂടിയിട്ട് ഒറ്റ ടാക്സ് ആക്കി മാറ്റിയതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. മലയാളത്തിലായാലും അതിനെ GST എന്നാണ് പറയാ.
അപ്പോൾ ഈ 8 ഒറ്റ ടാക്സ് ആക്കി മാറ്റിയിട്ട് അതിൻ്റെ പേര് കൊടുത്തത് GST ആണ്. ഈ GST ഇന്ത്യയിൽ വന്നേക്കുന്നത് 1 ജൂലൈ 2017 ഫസ്റ്റ് ഇന്ത്യയിൽ വന്നത്. എന്നാണ് ഇന്ത്യയിലെ GST പ്രവർത്തനത്തിൽ വന്നത് എന്നുള്ള ഒരു ചോദ്യം വരും 1 മാർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് 1 ജൂലൈ 2017 GST പ്രാബല്യത്തിലേക്ക് വന്നത് എന്ന്. ഇനി നെക്സ്റ്റ് എന്താണ്? മെർജിങ് ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. മെർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ 8 ടാക്സുകളും ഒന്ന് കൂടുന്നതിനാണ് മെർജിങ് എന്ന് പറയുന്നത്. ഈ 8 ടാക്സും ഒന്ന് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചുമത്തുന്നതിനാണ് GST എന്ന് പറഞ്ഞത്. GST സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് ചുമത്തുന്നതിനാണ് GST എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൽ, ഒരു വസ്തുവിൽ. ഇനി ടാക്സ് ആർ ലെവിഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് സ്റ്റാർട്ടിങ് ഫ്രം പ്രൊഡക്ഷൻ ടു ഫൈനൽ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ടാക്സ് പേ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റേജ്, അതായത് കുറേ സ്റ്റേജസ് ഉണ്ട്. ഒന്ന് അസംസ്കൃത വസ്തു കൊണ്ടുവരിക, രണ്ടാമത്തത് ആ കമ്പനി കൊണ്ടുവന്നിട്ട് അതിന് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, പ്രൊഡക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം ട്രേഡേഴ്സിൻ്റെ അടുത്ത്, കച്ചവടക്കാരുടെ അടുത്തേക്ക് എത്തുക, കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഉപഭോക്താരുടെ അടുത്ത് വരിക, അതായത് കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ഒരു 3 സ്റ്റേജസ് ഉണ്ട്. ഈ 3 സ്റ്റേജസിലും ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അത് ഒരാൾ ടാക്സ് പേ ചെയ്ത് മറ്റൊരാളുടെ മുകളിൽ ചുമത്തും, മറ്റൊരാൾ അത് ടാക്സ് പേ ചെയ്തത് മൂന്നാമത്തെ ആളുടെ കയ്യിൽ നിന്ന് ചുമത്തും, മൂന്നാമത്തെ ആൾ അത് കൺസ്യൂമറിന്റെ മുകളിലേക്ക് ചുമത്തും. അങ്ങനെയാണ് ടാക്സ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. അപ്പോൾ ഈ കൺസ്യൂമർ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് പേ ചെയ്യേണ്ട, അതായത് ആദ്യം ഫസ്റ്റ് വ്യക്തി പേ ചെയ്തതൊന്നും നമ്മൾ പേ ചെയ്യണ്ട, നമ്മൾ അവസാനം പേ ചെയ്ത ആളുടെ മാത്രമേ പേ ചെയ്യണ്ടൂ. അത് ട്രാൻസ്ഫർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. ലെവിഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് സ്റ്റാർട്ടിങ് ഫ്രം പ്രൊഡക്ഷൻ ടു ഫൈനൽ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇൻ ഈച്ച് സ്റ്റേജ് ദ ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വാല്യൂ ആഡഡ്. ഓരോ സ്റ്റേജിലും വാല്യൂ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ടാക്സ് വെക്കുക. അതായത് അവരുടെ ചെലവും അവരുടെ ലാഭം പിന്നെ അവർ കൊടുത്ത ടാക്സ് 3ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ഹെൻസ് ടാക്സ് ഈസ് കളക്റ്റഡ് ഓൺലി ഓൺ വാല്യൂ ആഡഡ്. അതുകൊണ്ട് വാല്യൂ ആഡഡ് ചെയ്തതിൽ മാത്രമേ ടാക്സ് കളക്ട് ചെയ്യുള്ളൂ. The tax paid in early stages need not to be paid by final consumer. സ്റ്റാർട്ടിങ്ങിൽ പേ ചെയ്ത ടാക്സ് ഉപഭോക്താക്കൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കൈമാറി വരുമ്പോൾ നമുക്ക് അവസാനത്തെ ടാക്സ് മാത്രമേ കൊടുക്കണ്ടോ. അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. കാരണം ആദ്യം പേ ചെയ്ത ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പേ ചെയ്യേണ്ട, അത് ഓരോരുത്തരുടെയും മുകളിൽ ചുമത്തി ലാസ്റ്റിലാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് തൊട്ടുള്ള ടാക്സ് ഉപഭോക്താ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. GST രജിസ്ട്രേഷൻ ഈസ് മാൻഡറ്ററി മീൻസ് കമ്പൽസറി, എന്തായാലും പേ ചെയ്തിരിക്കണം. മാൻഡറ്ററി ടു ദ ട്രേഡേഴ്സ് ഇഫ് ദ ടേൺ ഓവർ ഈസ് മോർ ദാൻ 20 lakh ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഒരു കൊല്ലം അവസാനിക്കുമ്പോൾ ആ കച്ചവടക്കാർക്ക് ടേൺ ഓവർ 20 lakh ആണെങ്കിൽ, ആ കമ്പനിയുടെ ടേൺ ഓവർ 20 lakh ആണെങ്കിൽ അവർ നിർബന്ധപൂർവം അവരുടെ പേര് GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് അവസാനം പറഞ്ഞ വാക്ക്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എത്ര ടൈപ്പുകളുണ്ട്? 3 ടൈപ്പ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. GST ഒരു 3 തരത്തിലുള്ള GSTകളുണ്ട്. ഒന്ന് സെൻട്രൽ GSTയും മറ്റേത് സ്റ്റേറ്റ് GSTയും പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് GSTയും. 3 തരത്തിൽ, 3ഉം മലയാളത്തിലായാലും സെയിം തന്നെയാണ്, അതിന് വേറെ വാക്കുകളൊന്നും ഇല്ല. ആദ്യത്തേതാണ് സെൻട്രൽ GST, രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് GST, മൂന്നാമത്തേതാണ് ഇൻറ്റിഗ്രേറ്റഡ് GST. അപ്പോൾ ഇത് 3ഉം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സെൻട്രൽ GST എന്ന് പറയുന്നത് the tax imposed by the central government is known as central GST. സെൻട്രൽ ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സിനാണ് സെൻട്രൽ GST എന്ന് പറയുന്നത്. ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ് GST. സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സിനാണ് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഇൻറ്റിഗ്രേറ്റഡ് GST.
ഇൻറ്റിഗ്രേറ്റഡ് എന്ന് പറഞ്ഞത് രണ്ട് സംസ്ഥാനം തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ മുകളിൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സിനാണ് ഇൻറ്റിഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. ആ ഇൻറ്റിഗ്രേറ്റഡ് GST സെൻട്രൽ ഗവൺമെൻറ് ആണ് ചുമത്തുന്നത്. ആ സെൻട്രൽ ഗവൺമെൻറ് ആദ്യം ഈ രണ്ട് സ്റ്റേറ്റിൻ്റെ മുകളിലും ടാക്സ് ചുമത്തിയതിനു ശേഷം അത് കിട്ടിയ ആ ടാക്സ് കിട്ടിയത് ഈ രണ്ട് സ്റ്റേറ്റ് തമ്മിലും പങ്കുവെച്ച് കൊടുക്കും. സെൻട്രൽ ഗവൺമെൻറ് ഈ ടാക്സ് ആ രണ്ട് സ്റ്റേറ്റിനെയും പിന്നെ പങ്കുവെച്ച് കൊടുക്കും. അതാണ് ഇൻറ്റിഗ്രേറ്റഡ് GST. ഇപ്പോൾ 3 GST എന്താണെന്ന് മനസ്സിലായില്ലേ? അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. വലിയ വിസ്താരമായിട്ട് പഠിക്കേണ്ട. അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് GST റേറ്റ്. എങ്ങനെയാണ് GST കണക്കാക്കുന്നത്? GST ഈസ് ഇമ്പോസ്ഡ് ഓൺ എസെൻഷ്യൽ No GST is imposed on essential service and daily consumption. GST നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾക്ക് നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ഉള്ള വസ്തുക്കളെ GST ചുമത്താറില്ല. നിത്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മുകളിൽ GST ചുമത്താറില്ല. പിന്നെ ഡെയിലി കൺസപ്ഷനും എസെൻഷ്യൽ സർവീസും അത്യാവശ്യ സേവനത്തിനും പിന്നെ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മുകളിലും GST ചുമത്താറില്ല. ഗുഡ്സ് GST ഈസ് അറേഞ്ച്ഡ് അണ്ടർ 4 slabs. 4 രീതിയിലാണ് GSTയുടെ റേറ്റ് വെച്ചേക്കുന്നത്. ഒന്ന് 5%, മറ്റേത് 12%, പിന്നെ 18% ആൻഡ് 28%. ഈ രീതിയിൽ ഈ കണക്കിലാണ് GST ഓരോ വസ്തുയുടെ മുകളിലും ചുമത്തിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പേജ് നമ്പർ 77. പേജ് നമ്പർ 77 മുകളിൽ ബില്ലാണ് തന്നേക്കുന്നത്. അത് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ബില്ല് എന്ന് കാണിച്ചേക്കുന്നത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് വരുന്നത് GST കൗൺസിലാണ് വരുന്നത്. GST കൗൺസിലാണ് ഇനി പഠിക്കാൻ പോകേണ്ടത്. പേജ് നമ്പർ 77 GST കൗൺസിൽ, GST സമിതി. ഇപ്പൊ നമ്മളൊരു ടാക്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരാൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ടാക്സ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി നമ്മളൊരു കൗൺസിൽ ഉണ്ടാക്കും, ഒരു സമിതി ഉണ്ടാക്കും. അപ്പൊ ആ സമിതിയിലെ ചെയർമാൻ ആണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ മെമ്പേഴ്സ് ഉണ്ടാവും. ദ മെമ്പേഴ്സ് ആർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് in charge of finance, the union minister of state in charge of finance and state finance minister, സംസ്ഥാന ധനകാര്യ മന്ത്രി. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആ കൗൺസിലിൽ ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചെയർമാൻ. അതിൻ്റെ കൂടെയുള്ള മെമ്പേഴ്സ് ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ. ഇവരൊക്കെ അതിൻ്റെ മെമ്പേഴ്സ് ആണ്. ദ കൗൺസിൽ മേക്ക് റിക്കമെൻഡേഷൻ ഓൺ ദ ഫോളോയിങ്. ഈ നമുക്കൊരു 5 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ 5 പോയിന്റിന്റെ ശുപാർശ മുഖേനയാണ് ഇവർ ടാക്സ് ഫിക്സ് ചെയ്യുക. ഓരോ വസ്തുക്കളുടെ മുകളിലും ടാക്സ് ഫിക്സ് ചെയ്യുക. ആദ്യത്തേതാണ് ടാക്സ് സീസസ് ആൻഡ് സർചാർജസ് ദാറ്റ് ആർ ടു ബി മെർജ്ഡ് ഇൻ ടു GST. ടാക്സും സീസും സർചാർജസും അതെല്ലാം കൂടി ഒരുമിച്ചാണ് GSTയിൽ ചേർത്തിയേക്കുന്നത്. രണ്ടാമത്തത് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ GST. ഗുഡ്സും സർവീസും, അതായത് ഗുഡ്സും സർവീസും GSTയുടെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിറ്റർമൈനിങ് GST റേറ്റ്. എത്ര റേറ്റ് ആണ്? ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞില്ലേ 5%, 12%, 18% അങ്ങനെയുള്ള തീരുമാനം അവരെടുക്കണം. എത്ര പെർസെൻറ്റേജ് GST ആണ് ഓരോ വസ്തുയുടെ മുകളിലും വെക്കേണ്ടത് എന്നുള്ള തീരുമാനം ഇവരാണ് എടുക്കുക. The time frame for including the excluded items into GST. കുറെ വസ്തുക്കൾ ഇവർ GSTയിൽ കേട്ടാണ്ട് ഇരുന്നിട്ടുണ്ട്, അതായത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നാൾ വരെ അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ GSTയിൽ ചേർക്കണം എന്നുള്ള തീരുമാനം അവരെടുക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് ഡിറ്റർമൈനിങ് ടാക്സ് എക്സെപ്ഷൻ ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ. ടോട്ടൽ ടേൺ ഓവറിൻ്റെ അനുസരിച്ച് എത്ര നാൾ നമുക്ക് ഇളവ് കൊടുക്കണം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിൻ്റെ രൂപത്തിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്ര ടേൺ ഓവർ ഉള്ള ഒരു GST ടാക്സ് പേ ചെയ്തിരിക്കണം എന്നുള്ള തീരുമാനം ശുപാർശകളും അവർ വെക്കാറുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഒരു 5 പോയിന്റ് എന്ന് പറഞ്ഞത്. GSTയുടെ ആരാണ് അതിൻ്റെ കൗൺസിൽ, ചെയർമാൻ, അതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, പിന്നെ എന്തൊക്കെ ഡിസിഷൻസ് ആണ് അത് ഈ കൗൺസിൽമാർ എടുക്കുന്നത്, അതും കൂടി പഠിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കണുള്ളൂ. പേജ് നമ്പർ 77 വരെ നമ്മൾ എടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.